ഗോപി ചേട്ടാ, ചേട്ടാ ഒരു 20 ദോശ, പിന്നെ ഒരു 20 ഇഡ്ഡലി, പിന്നെ ഒരു ബക്കറ്റ് സാമ്പാർ, പിന്നെ കുറച്ച് ചമ്മന്തി. ഇതെന്താണ് ഈ പഞ്ചായത്തിൽ വേറെ ആർക്കൊന്നും കഴിക്കണ്ടേ? എല്ലാം പറഞ്ഞായിരുന്നു. പറയാനുള്ളതൊക്കെ നീ പറഞ്ഞു. അതെ അതെ, ഒരു 20 താറാമുട്ട. 10 താറാമുട്ട, ബാക്കി പഴംപൊരി തരാം. സണ്ണിച്ചേട്ടാ, ചേട്ടന്റെ ശിവരാത്രി പരിപാടി നല്ല പരിപാടിയാ. സൗമ്യ ചേച്ചി പറഞ്ഞു ചോപ്പ് ഷർട്ട് ഇടുമ്പോ ചേട്ടനെ കാണാൻ ഋതിക് റോഷനെ പോലാണെന്ന്. അങ്ങനെ പറഞ്ഞോ? അതിടുമ്പോ ഋതിക് റോഷനെ കാലം ലുക്ക് ഉണ്ടെന്നാണ് അവൻ അമ്മ പറയുന്നത്. കൂളിംഗ് ഗ്ലാസ് ദൃഷ്ടിക്ക് ദോഷം എന്നായിരിക്കും എന്നെ തള്ള ഉദ്ദേശിച്ചത്. അല്ലാണ്ട് എല്ലാ ദിവസവും പരിപാടി കാണാൻ പറയൂ കേട്ടോ. ഗോപിയേട്ടാ, ഒരു കട്ടൻ. എന്താണ് ചേട്ടാ സാമ്പാർ. എടാ എല്ലാം ഉണ്ടടാ. എന്നാ പറ്റില്ല അഴിക്കോട്ടോ. ഇനിയിപ്പോ ഊണ് ഓർഡർ ചെയ്യാൻ വരണമല്ലോ. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെ അമ്പേ പരാജയമാണെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് ബോധ്യമായി കഴിഞ്ഞു. ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ സമസ്ത മേഖലകളിലും പുരോഗതികൾ ഉണ്ടാക്കിയില്ലേ? മാറ്റങ്ങൾ കേരളത്തിൽ വന്നു. വിദ്യാഭ്യാസപരമായിട്ട് മാറ്റങ്ങൾ വന്നില്ലേ? വ്യവസായപരമായിട്ട് മാറ്റങ്ങൾ വന്നില്ലേ? അങ്ങനെ എന്തോരം മാറ്റങ്ങളാണ് ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നിട്ട് എല്ലാവരും ഇതൊക്കെ കണ്ടാലേ ടി വി തല്ലിപ്പൊളിക്കാൻ തോന്നും. നിങ്ങൾ ചാടിച്ച് പോകാൻ നോക്ക്. ആ മറ്റവൻ ചോറ് വെച്ചു രാഷ്ട്രീയത്തെ കുറിച്ച് സംസാരിക്കും. എന്നാ പിന്നെ നീ പറയടാ, എന്ത് സോഷ്യലിസം? സോഷ്യലിസം വെച്ചാൽ പിന്നെ പറഞ്ഞുതരാം. ഒരു മണ്ടന്മാർക്ക് ഒന്നും അറിയില്ലല്ലോ. നമ്മുടെ അടുത്ത് ചോദിക്കുമ്പോൾ വാർത്ത വായിക്കാം.